ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് നടക്കുകയാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം. ഒരുപക്ഷേ സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോൾ നമ്മളതിനെ ചെറുതായി കണ്ട ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമേളയാണ് കൊല്ലത്ത് അരങ്ങേറാൻ പോകുന്നത്. കൊല്ലം ആശ്രമ മൈതാനിയിലാണ് പ്രധാനപ്പെട്ട വേദി. നമ്മൾ അതിവിപുലമായി ഇത് കവർ ചെയ്യാൻ 24 എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ പുതിയ സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ച് കലോത്സവ വേദിയിലേക്ക് ഞാനും ഉണ്ടാകും. അപ്പോൾ ഈ കലോത്സവത്തിൻ്റെ ജേതാക്കൾക്കുള്ള സ്വർണ്ണ കപ്പ് നിങ്ങൾക്കറിയാം, അത് ഏറ്റവും വലിയ സ്കൂൾ പ്രതിഭകളുടെ ഒരു പ്രസ്റ്റേജാണ് ഈ കപ്പ് നേടുക എന്നുള്ളത്. ഈ കപ്പ് കോഴിക്കോട് നിന്ന് പ്രയാണം ആരംഭിച്ചു. വിവിധ ജില്ലകളിൽ ഈ കപ്പ് സ്വീകരണം ഏറ്റുവാങ്ങി ഇങ്ങനെ നീങ്ങും. അവസാനം കൊല്ലത്തതും ആദ്യമായി സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയായി കലോത്സവ വേദിയിലേക്ക് എത്തുകയാണ്. ഘോഷയാത്രയായിട്ട് എത്തിക്കുമെന്നാണ് ഇത്തവണത്തെ പ്രത്യേകത. അപ്പോൾ കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് ഇതിൻ്റെ കുറിച്ച് വിശദാംശങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ, പുന്നത്തൂർ ആനക്കോട്ടയിലേക്ക് സ്വാഗതം. ആനകളെയൊക്കെ കണ്ട് നമ്മൾ മനസ്സിങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഇനി കലോത്സവത്തിൻ്റെ കാര്യം പറയുക. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് SKN. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കി. അങ്ങ് തെക്ക് കൊല്ലത്താണ് സ്കൂൾ കലോത്സവം നടക്കുന്നതെങ്കിലും ഇങ്ങ് വടക്ക് കോഴിക്കോട് ആ കലോത്സവത്തിന്റെ കേളികൊട്ട് ഉയർന്നു കഴിഞ്ഞു. വിജയികൾക്ക് നൽകാനുള്ള സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര അല്പം മുമ്പ് കോഴിക്കോട് നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. ട്രഷറിയിലായിരുന്നു ഈ സ്വർണ്ണക്കപ്പ് സൂക്ഷിച്ചിരുന്നത്. ഇന്ന് രാവിലെ കോഴിക്കോട് DDE ഈ സ്വർണ്ണക്കപ്പ് ട്രഷറിയിൽ നിന്നും ഏറ്റുവാങ്ങി. അതിനുശേഷം കോഴിക്കോട് മാനാഞ്ചിറയിലുള്ള മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ായിരുന്നു. അവിടെ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചിട്ടുള്ളത്. കോഴിക്കോട് മേയറായിട്ടുള്ള ബീന ഫിലിപ്പാണ് ഘോഷയാത്രയുടെ ഔദ്യോഗികമായ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചിരിക്കുന്നത്. ഇനി അത് കോഴിക്കോട് ജില്ലയിലെ പ്രയാണം അല്പസമയത്തിനുള്ളിൽ അവസാനിക്കും. അതിനുശേഷം മലപ്പുറം ജില്ലയിലേക്ക് കടക്കുകയാണ്. മലപ്പുറം DDE അല്പസമയത്തിനുള്ളിൽ രാമനാട്ടുകരയിൽ നിന്നും ഈ കപ്പ് ഏറ്റുവാങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തൊടുപുഴയിലാണ് ഇന്നത്തെ ദിവസത്തിന്റെ യാത്ര അവസാനിക്കുന്നത്. നാളെ രാവിലെ വീണ്ടും തൊടുപുഴയിൽ നിന്നും യാത്ര ആരംഭിച്ച് വൈകിട്ട് 3:30 കൊല്ലത്തെത്തുന്ന രീതിയിലാണ് ഘോഷയാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. SKN മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായാണ് സ്വർണ്ണ കപ്പ് ഒരു ഘോഷയാത്രയുടെ അകമ്പടിയോടുകൂടി മേളങ്ങൾ ഉൾപ്പെടെയുള്ള ഘോഷയാത്രയുടെ അകമ്പടിയോടുകൂടി കൊല്ലത്തെത്തിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും കൊല്ലത്തും പൂർത്തിയായിട്ടുണ്ട്. കോഴിക്കോട് നിന്നും ഈ കപ്പ് കൊടുത്തുവിടുമ്പോൾ കോഴിക്കോടുകാർക്ക് പറയാനുള്ളത് കൊടുത്തുവിടുന്നത് മാത്രമാണ്. ഞങ്ങൾ കൊല്ലത്തേക്ക് പറഞ്ഞയച്ചാലും വീണ്ടും കോഴിക്കോടേക്ക് വിജയികളായി ഈ കപ്പ് തിരിച്ചെത്തിക്കുമെന്നാണ് കോഴിക്കോടുകാർ പറയുന്നത്. എന്താണെങ്കിലും അതിന് 8-ാം തീയതി വരെ കാത്തിരിക്കണം. ഈ കപ്പ് തിരിച്ച് കോഴിക്കോട് എത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം. SKN. താങ്ക് യു രാഹുൽ സുരേഷ്. എന്നാലും കൊല്ലത്ത് ഞാനും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കലോത്സവം അടിച്ചു പൊളിക്കണം. അപ്പോൾ ഈ കുട്ടികൾ രണ്ടുപേരുടെ ഡാൻസ് കളിച്ചിട്ട് എൻ്റെ കൂടെ ഒരു പടം എടുക്കണമെന്ന് പറഞ്ഞു. ഒരു ഭാഗ്യമല്ലേ എനിക്ക്? നിങ്ങൾക്കോ? അപ്പൊ റെഡി ആയിട്ടെന്നുള്ളൂ. ചിരിച്ചോളൂ. സ്മൈൽ പ്ലീസ്. ചിരിച്ചോ? ഓക്കെ അല്ലേ? മോള് ചിരിച്ചായിരുന്നോ? ഓക്കെ. മോള് അക്ഷശ്ലോകം അല്ലേ? നമ്മൾ നേരത്തെ അക്ഷശ്ലോകം ചൊല്ലി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.